الحمد لله الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها صدق الله العلي العظيم ബഹുമാന്യനായ സഹോദരി സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ഭയപ്പെടും പടച്ചവന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി തഖ്വയുടെ താൽപര്യത്തിനനുസരിച്ച് മുഴുവൻ ജീവിത ഇടപാടുകളും അവസാന ശ്വാസം വരെയും നിലനിർത്തിക്കൊണ്ടു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കാറുണ്ട്. എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത ജീവിതത്തിന്റെ ഉടമകളായി മരണം വരെ തുടർന്നു പോകാൻ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്ത് വിട പറയാൻ സച്ചരിതനോടൊപ്പം നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ അന്തിമമായി അല്ലാഹു മുത്തഖീങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കി വെച്ചിട്ടുള്ള അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകം അനന്തരപ്പെടുത്താൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശഅബാൻ മാസത്തിന്റെ ആദ്യ നാളുകളിലാണ് നമ്മളൊക്കെ ഉള്ളത്. ശഅബാനെ കുറിച്ച് ഉലമാക്കളൊക്കെ പറയാറുള്ളത് റമദാൻ മാസത്തിന്റെ കവാടമാണ് ശഅബാൻ എന്നാണ്. ആ പടിവാതിൽക്കൽ റമദാനിന്റെ കവാടത്തിൽ എത്തി നിൽക്കുന്ന നമ്മുടെ മനസ്സ് പടച്ചവനോടുള്ള ഒരു പ്രാർത്ഥനയാൽ നിർഭരമാകണം. ഇനിയുള്ള നാളുകളിൽ പരിശുദ്ധ റമദാനിന്റെ ഈ കവാടത്തിൽ വെച്ചുകൊണ്ട് പടച്ചവനെ നീ ഞങ്ങളെ നിന്നിലേക്ക് തിരിച്ചു വിളിക്കല്ലേ എന്നതാണ് ആ മനസ്സ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ആദരണീയമായ അല്ലാഹുവിന്റെ മാസത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മുടെയൊക്കെ ആയുസ്സിനെ അല്ലാഹു ദീർഘിപ്പിച്ചു തരുമാറാകട്ടെ. ശഅബാനിന്റെ നാളുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ റമദാനിന് വേണ്ടിയുള്ള മുന്നൊരുക്കത്തിന്റെ നാളുകളാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ മാസം വിരുന്നു വരുന്നത് വിശ്വാസികളുടെ ഹൃദയത്തിലേക്കാണ് എന്ന് വരുമ്പോൾ
മലിനമുക്തമായ മനസ്സുമായി മഹിതമാസത്തെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. മനസ്സിന്റെ നന്മയാണല്ലോ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ നന്മ എന്ന് പറയുന്നത്. ആത്മാവിന്റെ പോഷണമാണല്ലോ ശരിയായ പോഷണം എന്ന് പറയുന്നത്. മനസ്സ് നന്നായാൽ മനുഷ്യൻ നന്നായി എന്ന് പറയാം. മനസ്സ് ദുഷിച്ചാലോ? മനസ്സ് ദുഷിച്ചാൽ മനുഷ്യൻ ദുഷിക്കുക മാത്രമല്ല, മനുഷ്യൻ നശിച്ചു എന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരം മാത്രമല്ലല്ലോ, ശരീരവും മനസ്സും ചേർന്നതാണല്ലോ മനുഷ്യൻ. ശരീരത്തിന്റെ വൃത്തിയിൽ നമ്മളെല്ലാവരും നല്ല ജാഗ്രതയുള്ളവരാണ്. എന്നാൽ അതേസമയം ശരീരത്തിന്റെ വൃത്തി പോലെ തന്നെ മനസ്സിന്റെ വൃത്തിയിലും ശുദ്ധിയിലും നമ്മൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സ് മലിനവും മ്ലേച്ഛവുമായി പോകും. അങ്ങനെ മനസ്സ് ദുഷിച്ചാൽ മനുഷ്യന് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ മനുഷ്യൻ മൃഗത്തേക്കാൾ അധപ്പതിക്കും എന്നാണ്. മനുഷ്യന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ മനുഷ്യത്വത്തെ വളർത്താൻ മനസ്സിന്റെ സംസ്കരണത്തിലൂടെയേ കഴിയുകയുള്ളൂ. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ മനസ്സിന്റെ സംസ്കരണമാണ് മനുഷ്യനിൽ സംസ്കാരം ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സ് നന്നാക്കാനുള്ള, നമ്മുടെയൊക്കെ ആത്മാവിനെ ശുദ്ധീകരിക്കാനും സംസ്കരിക്കുവാനുമുള്ള അസുലഭമായ സന്ദർഭമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ശഅബാനിലെ രാപ്പകലുകൾ, തുടർന്നു വരുന്ന അനുഗ്രഹീത മാസത്തിന്റെ പകലിരവുകൾ എന്നുകൂടി നമ്മൾ അറിയണം. പടച്ച റബ്ബ് മനുഷ്യന്റെ മനസ്സിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ഒരുപാട് കർമ്മങ്ങൾ ആരാധനകളായും അനുഷ്ഠാനങ്ങളായും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കത് പ്രായോഗികമായി കാണിച്ചു തന്നിട്ടുമുണ്ട്. അത്തരം സൽക്കർമ്മങ്ങളിലേക്ക് ചായാലും അങ്ങനെ പടച്ച തമ്പുരാൻ പഠിപ്പിച്ചു തന്നതും പ്രവാചകൻ നിർദ്ദേശിച്ചതുമായ നേർമാർഗത്തിൽ ചലിക്കാനും ഇനി അത് കൈവിട്ടുകൊണ്ട് ദുർമാർഗത്തിലേക്ക് ചെരിയാനും ഇതിന് രണ്ടിനുമുള്ള പ്രവണതകൾ നമ്മുടെയൊക്കെ മനസ്സുകൾക്കുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല 11 കാര്യങ്ങൾ എടുത്ത് പറഞ്ഞ് അവയെക്കുറിച്ച് സത്യം ചെയ്ത് ആ 11 കാര്യങ്ങളെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അശംസ് എന്ന അധ്യായത്തിൽ ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ ഈ ഖുതുബയുടെ മുഖദ്ദിമയിൽ ഓതി വെച്ച ആയത്തിൽ അതാണ് അല്ലാഹു പറയുന്നത്. വശംസി വദുഹാഹാ വൽ ഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ശാഹാ വസ്സമാഇ വമാ ബനാഹാ വൽ അർളി വമാ തുഹാഹാ വനഫ്സിൻ വമാ സവ്വാഹാ. അതിനു മുമ്പ് ആകാശഭൂമികൾ, രാപ്പകലുകൾ, സൂര്യ ചന്ദ്രന്മാർ, ഇതിന്റെയൊക്കെ വ്യത്യസ്ത ഭാവങ്ങൾ, ആത്മാവാണ്, മനുഷ്യന്റെ ആത്മാവാണ്, അതിനെ സന്തുലിതമാക്കിയവനുമാണ്, ആ ആത്മാവിനെ സന്തുലിതമാക്കിയ അസ്തിത്വമാണ്. ആ ആത്മാവിന് ധർമാധർമ്മങ്ങൾ ബോധനം കൊടുത്ത അസ്തിത്വമാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ മനസ്സിൽ തന്നെ, മനുഷ്യന്റെ മനസ്സിന്റെ മൗലിക ഘടനയിൽ തന്നെ സൽമനോഭാവവും ദുഷ്പ്രവണതയും നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ്. മനുഷ്യ മനസ്സുകളിൽ സൽഭാവനയും അതുപോലെ തന്നെ ദുഷ്ടമായ മാനസികാവസ്ഥയും അല്ലാഹു ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ്. എന്തിനാണ് അല്ലാഹു അങ്ങനെ ചെയ്തത്? പടച്ച റബ്ബ് അങ്ങനെ ചെയ്തു വെച്ചത് മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. സന്മാർഗത്തിലേക്ക് നീങ്ങാനുള്ള ഫിത്രത്ത്, ദുർമാർഗത്തിലേക്ക് തിരിയാനുള്ള ഫിത്രത്ത്, ഇവ രണ്ടിനുമുള്ള അഥവാ രണ്ടിനുമുള്ള സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കർമ്മപരമായി പരീക്ഷിക്കുകയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. ഈ രണ്ട് പ്രവണതകളുമുള്ള നമ്മുടെ മനസ്സ്, ഈ രണ്ട് പ്രവണതകളും ഉള്ളതോടൊപ്പം തന്നെ
എങ്ങോട്ടാണോ യഥാർത്ഥത്തിൽ ചായേണ്ടതും ചെരിയേണ്ടതും തിരിയേണ്ടതും അതിലേക്ക് ചായാനും ചെരിയാനും തിരിയാനുമുള്ള ആത്മബലം, ആത്മീയമായ ശേഷി നേടിയെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നതാണ് പടച്ചവന്റെ ഭാഗത്തുള്ള പരീക്ഷണം എന്ന് പറയുന്നത്. പടച്ച റബ്ബ് നടത്തുന്ന ആ പരീക്ഷണത്തിൽ വിജയം വരിക്കുന്നവർ ഖദ് അഫ്ലഹ മൻ സക്കാഹ, ഖദ് അഫ്ലഹ മൻ സക്കാഹ, ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം അല്ലാഹു അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. അതിനെ സംസ്കരിച്ച് ശുദ്ധീകരിച്ച് വിപുലീകരിച്ചവൻ അവരാണ് വിജയികൾ, അവരാണ് യഥാർത്ഥത്തിൽ വിജയം നേടുന്നവർ. വിജയപരാജയങ്ങളുടെ കാര്യത്തിൽ മനുഷ്യരുണ്ടാക്കിയ മാനദണ്ഡങ്ങളല്ല, മനുഷ്യരുണ്ടാക്കി വെച്ചിട്ടുള്ള അളവുകോലല്ല പടച്ചറപ്പിന്റെ അടുത്ത് പരിഗണനീയമെന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. എന്താണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത്? വമ്പിച്ച സമ്പത്തിന്റെ വർദ്ധിച്ച അളവിലുള്ള സമാഹരണമാണോ ഒരു മനുഷ്യന്റെ വിജയം? അതല്ല ആരോഗ്യത്തിന്റെ പുഷ്ടിയാണോ ഒരു മനുഷ്യന്റെ വിജയം എന്ന് പറയുന്നത്? അതല്ലെങ്കിൽ ശരീരത്തിന്റെ സൗന്ദര്യത്തിന്റെ തികവുമാണോ ഒരു മനുഷ്യൻ വിജയിയായി എന്നതിന്റെ അടയാളം? ഇനി അതല്ല വലിയ കൊട്ടാര സമാനമായ ബംഗ്ലാവ് ഉണ്ടാവുക എന്നതാണോ ഒരു മനുഷ്യന്റെ വിജയം? വിശാലമായ സൗകര്യങ്ങളുള്ള വിലപിടിച്ച വാഹനം സ്വന്തമാക്കുകയാണോ ഒരു മനുഷ്യന്റെ വിജയം? പുതിയ പുതിയ ഫാഷൻ വസ്ത്രങ്ങളുടെ പിറകെ ഓടിക്കൊണ്ടിരിക്കുക എന്നതാണോ വിജയം എന്ന് പറയുന്നത്? ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ എല്ലാ വാതിലുകളും തുറന്നിട്ടുകൊണ്ട് അതിലേക്ക് എല്ലാവരും പ്രവേശിക്കുകയും അങ്ങനെ വീട്ടിലുള്ള കൊച്ചു കുട്ടികൾക്ക് പോലും ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയുടെ സൗകര്യങ്ങൾ ലഭ്യമാക്കുകയും എന്നിട്ട് അവരതിൽ ആസ്വാദനത്തിന്റെ പുതിയ വഴികൾ കണ്ടെത്തുകയും ചെയ്യുക എന്നതാണോ പ്രിയമുള്ളവരെ വിജയം എന്ന് പറയുന്നത്? വിജയത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെയുള്ള ഒരു കൺസെപ്റ്റ്, വിജയത്തെക്കുറിച്ചുള്ള ഇങ്ങനെയൊക്കെയുള്ള ഒരു പൊതുബോധം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തും ലോകത്തും ജനങ്ങൾക്കിടയിലുമാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വലിയ സൗകര്യങ്ങളുള്ള ഒന്നിലധികം മുന്തിയ വാഹനങ്ങളുണ്ട്, എനിക്ക് പല കമ്പനികളുടെയും മൊബൈലുകളും അതിനൊക്കെ ഹൈസ്പീഡ് ഡാറ്റകളുള്ള ഇന്റർനെറ്റ് സംവിധാനങ്ങളുമുണ്ട്. ഏറ്റവും പുതിയ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെയും ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെയും ഒക്കെ ഉടമയാണ് ഞാൻ. ഇതൊക്കെയാണോ പ്രിയമുള്ളവരെ വിജയത്തിന്റെ മാനദണ്ഡങ്ങൾ? ഇതൊക്കെയാണ് നമ്മുടെ വിജയത്തിന്റെയും നിലയെയും വിലയെയും നിർണയിക്കുന്നതെന്ന ഭൗതികമായ ഇതുപോലുള്ള അളവുകോലുകൾ വെച്ചുകൊണ്ട് അളന്ന് തിട്ടപ്പെടുത്തി മികവ് നടിക്കുന്ന മേനി പറയുന്ന ഒരന്തരീക്ഷം നമ്മൾ അറിയാതെ നമുക്കിടയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ഈ എണ്ണിപ്പറഞ്ഞ സംഗതികളൊക്കെ ഉണ്ടല്ലോ, വീടായാലും വാഹനമായാലും മറ്റു സൗകര്യങ്ങളായാലും അതൊന്നും അള്ളാഹുവിന്റെ ദീനിൽ നിഷിദ്ധമായ കാര്യങ്ങളല്ല, പടച്ചുറപ്പ് വിരോധിച്ചുള്ള സംഗതികളല്ല. ഞാൻ ഈ പറഞ്ഞതൊന്നും അതൊന്നും ഹറാമായ കാര്യങ്ങളല്ല അള്ളാഹുവിന്റെ ദീനിൽ. പക്ഷെ അതിന്റെയൊക്കെ മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ വീടിന്റെ വലുപ്പത്തിന്റെയും വാഹനത്തിന്റെ ഉയർന്ന മോഡലുകളുടെയും അതുപോലെ തന്നെ ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെയും ഒക്കെ അതിന്റെയൊക്കെ മുകളിൽ സകല ഭൗതിക സന്നാഹങ്ങളുടെയും സംവിധാനങ്ങളുടെയും മീതെ അവയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി സാന്നിധ്യമുണ്ടല്ലോ പ്രിയമുള്ളവരെ, മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത്. ഖദ് അഫ്ലഹ മൻ സക്കാഹ, അതേ പറ്റിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. യഥാർത്ഥത്തിലുള്ള ഒരു മനുഷ്യന്റെ വിജയം എന്ന് പറയുന്നത്, വിജയങ്ങളുടെ വിജയം എന്ന് പറയുന്നത്, ഏറ്റവും മഹത്തായ നേട്ടങ്ങളുടെ നേട്ടം എന്ന് പറയുന്നത്, പുരോഗതികളുടെ മീതെയുള്ള പുരോഗതി എന്ന് പറയുന്നത്, അത് ഒരാളുടെ മനസ്സിന്റെ വിജയമാണ്, അത് ഒരാളുടെ ആത്മാവിന്റെ വിജയമാണ് എന്ന്. ആത്മാവിന്റെ വിജയം, മനസ്സിന്റെ വിജയം എന്ന് പറയുന്നത് ആ ആത്മാവിന്റെയും മനസ്സിന്റെയും വിശുദ്ധിയാണ്, അതിന്റെ സംസ്കരണമാണ്, അതിന്റെ സൽഭാവനയാണ്, ആത്മനിയന്ത്രണ ശേഷിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നഷ്ടപ്പെട്ടോ, അത് നഷ്ടപ്പെട്ടോ, പരാജയപ്പെട്ടു പോയി എന്നാണ്. വെറും പരാജയമല്ല, പരാജയത്തിന്റെ പടുകുഴിയിൽ പതിച്ചുപോയി എന്നാണ്. മനുഷ്യ മനസ്സിനെ മലിനമുക്തമാക്കാൻ കഴിയാതെ പോയാൽ, അതിന്റെ പാട്ടിന് വിട്ട് ചവിട്ടിത്താഴ്ത്തിയവൻ പരാജയത്തിന്റെ പടുകുഴിയിൽ പതിച്ചുപോയവനാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ പടച്ചവൻ അടിവരയിടുകയാണ്. പിന്നെ നമ്മുടെ കൊട്ടാര സമാനമായ വീട് കൊണ്ടൊരു പ്രയോജനവുമില്ല, നമ്മുടെ ഭൗതികമായ സന്നാഹങ്ങൾ കൊണ്ടൊന്നും നമുക്കൊരു പ്രയോജനവുമില്ല. എന്തിന് നമ്മുടെ മക്കൾ പോലും നമുക്ക് പ്രയോജനപ്പെടത്ത് ഉണ്ടാകില്ല. ഇണതുണകൾക്ക് പരസ്പരം ഒരു പ്രയോജനവും ചെയ്യാൻ സാധ്യമല്ല. എന്തിന് നാം തന്നെ
നമ്മുടെയൊക്കെ അവയവങ്ങൾ പോലും നാളെ നമുക്ക് എതിരായി തീരും. ഈ സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ചിരുന്ന നമ്മുടെ തന്നെ ശരീരത്തിന്റെ അവയവങ്ങൾ പോലും നമുക്കെതിരായി തീരും. അതുകൊണ്ട് വിജയം എന്ന് പറയുന്നത് ഖദ് അഫ്ലഹ മൻ സഖഹ, ഭൗതികമായ മോഹങ്ങളുടെ മേൽ ആത്മീയതയുടെ വിജയമാണ് പ്രിയമുള്ളവരെ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത്. ഭൗതികമായ ശക്തി സന്നാഹങ്ങളുടെ മേൽ ആത്മീയമായ ഔന്നത്യമാണ് യഥാർത്ഥത്തിലുള്ള പുരോഗതി എന്ന് പറയുന്നത്. ഖദ് അഫ്ലഹ മൻ സഖഹ, അതിനെ സംസ്കരിച്ച് ശുദ്ധീകരിച്ച് വിമലീകരിച്ചവൻ വിജയിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ. ഫഖദ് ഖാബ മൻ ദസ്സഹ, അതിനെ അതിന്റെ പാട്ടിന് വിട്ട് അതിനെ സംസ്കരിക്കാനും ശുദ്ധീകരിക്കാനും സ്ഫുടഭാഗം ചെയ്തെടുക്കാനുമുള്ള ഒരു പരിശ്രമത്തിലും ഏർപ്പെടാതെ അതിന്റെ പാട്ടിന് വിട്ടവൻ, അതിന് ചവിട്ടി ചാഴ്ത്തിയവൻ പരാജയത്തിന്റെ പടുകുഴിയിൽ പതിച്ചുപോയി എന്ന്. മനുഷ്യ മനസ്സിന്റെ 3 അവസ്ഥകളെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് പോലെ കാണുന്നുണ്ടല്ലോ. അതിൽ ഒന്നാമത്തേത് നഫ്സുൽ അമ്മാറയാണ്, അല്ലെ? വമാ ഉബയ്യിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ. മഹാനായ പ്രവാചകൻ യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഒരു പ്രതികരണമായി ഖുർആൻ എടുത്തു പറഞ്ഞതാണ്. ഞാനും നിങ്ങളും ഒന്നും വലിയ മികവ് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനും നിങ്ങളും ഒന്നും വലിയ മികവ് പ്രകടിപ്പിച്ചത് കൊണ്ട് കാര്യമില്ല. എന്റെ മനസ്സിൽ ഒരു ദുഷ്പ്രവണതയുണ്ട്, എന്റെ മനസ്സിൽ ഒരു ദുഷ്പ്രവണതയുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരെയും മനസ്സിന് ഒരു ദുഷ്പ്രവണതയുണ്ട്. അത് തിന്മകളിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക, തിന്മയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്ന ദുസ്വഭാവമാണ്. അത് അരുതായ്മകൾക്ക് പിറകെ പോകാനുള്ള പ്രവണതയാണ്. അരുതായ്മകൾക്ക് പിറകെ പോകാൻ പ്രേരണ നൽകുന്നതാണത്. അത് തെറ്റുകളെ പിൻപറ്റിക്കൊണ്ടിരിക്കുക എന്ന ദുസ്വഭാവമാണ്. കാണരുത് എന്ന് പറഞ്ഞത് കാണാനുള്ള ഒരു ത്വരയാണ്. കേൾക്കരുത് എന്ന് വിലക്കിയത് കേൾക്കാനുള്ള ഒരു ആർത്തിയാണ്. തിന്നരുത് കുടിക്കരുത് എന്ന് പഠിപ്പിച്ചിട്ടുള്ളത് തിന്നാനും കുടിക്കാനും ഉണ്ടാക്കുന്ന മനുഷ്യ മനസ്സിലുണ്ടാകുന്ന ഒരു പൂതിയാണ്. ചെയ്യരുത് എന്ന് മുന്നറിയിപ്പ് നൽകിയത് ചെയ്യാനുള്ള ഒരു താല്പര്യമാണ്. ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ, നിശ്ചയമായും മനുഷ്യ മനസ്സ് അരുതായ്മകളിലേക്ക് വേണ്ടാത്തരങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്ന മനസ്സ്, അങ്ങനെയുള്ള ഒരു അവസ്ഥ മനുഷ്യന്റെ മനസ്സിലുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നല്ല കരുതൽ ഉണ്ടാകണം, നല്ല ജാഗ്രത ഉണ്ടാകണം. മനസ്സിന്റെ ദുഷ്പ്രവണതക്കെതിരെ നല്ല ജാഗ്രത പുലർത്തണം. എങ്ങനെ ഈ ദുഷ്പ്രവണതയെ നമുക്ക് മറികടക്കാൻ കഴിയും? നമ്മുടെയൊക്കെ മനസ്സുള്ളിലുള്ള ഈ മനസ്സിന്റെ ദുഷ്പ്രവണതയെ എങ്ങനെ നമുക്ക് മറികടക്കാൻ കഴിയും? അതിൽ നിന്നും രക്ഷപ്പെടാൻ എന്താണ് വഴി? അതിന് പരിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയ മറ്റൊരു മനസ്സിനെ നമ്മൾ വളർത്തിയെടുക്കുക എന്നതാണ്. ഏതാണ് മനസ്സ്? നഫ്സുൽ ലവ്വാമയാണത്. നഫ്സുൽ ലവ്വാമയാണ്, തിരുത്തുന്ന മനസ്സാണ്. നമ്മെ തിരുത്തുകയും വിമർശിക്കുകയും നമുക്ക് പറ്റുന്ന പിഴവിന്റെ പേരിൽ നമ്മെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സാണത്. നമ്മൾ അറിയണം, മറ്റെന്തിനേക്കാളും നമ്മിൽ സ്വാധീനം ചെലുത്താൻ കഴിയുക ഇത്തരം ഒരു മനസ്സിനാണ്. ഉസ്താദിന്റെ ഉപദേശത്തെക്കാൾ ആ മനസ്സിന് നമ്മെ സ്വാധീനിക്കാൻ കഴിയും. ഖത്തീബിന്റെ കുത്തുബയേക്കാൾ ആ മനസ്സിന് നമ്മെ സ്വാധീനിക്കാൻ കഴിയും. മാസികകളിലും വാരികളിലെയും ലേഖനങ്ങളെക്കാളും പുസ്തകത്താളുകളിലെ വരികളെക്കാളും ആ മനസ്സിന് നമ്മെ നിയന്ത്രിക്കാൻ സാധിക്കും. അത് നമ്മെ സ്വയം തിരുത്തിക്കൊണ്ടിരിക്കുന്ന മനസ്സാണ്. അതൊരു ഇന്റേണൽ മെക്കാനിസമാണ്, അഥവാ അതൊരു ആന്തരിക പ്രവർത്തനമാണ്. നമ്മൾ നമ്മെ തന്നെ സംസ്കരിച്ചു കൊണ്ടിരിക്കുക എന്നതാണത്. നമ്മുടെ പോക്ക് ശരിയല്ലെന്ന് നമ്മോട് നമ്മുടെ മനസ്സ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മെ നാം തന്നെ തിരുത്തിക്കൊണ്ടിരിക്കുക, നമ്മെ നാം തന്നെ സംസ്കരിച്ചു കൊണ്ടിരിക്കുക, നമ്മെ നാം തന്നെ നിരൂപണം ചെയ്തുകൊണ്ടിരിക്കുക. ആ ചെയ്തത് ശരിയായില്ലല്ലോ, അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ അതല്ലല്ലോ അപ്പോൾ ചെയ്യേണ്ടിയിരുന്നത്, അത് കണ്ടത് ശരിയായില്ലല്ലോ, അത് കേൾക്കാൻ പാടില്ലായിരുന്നല്ലോ, അവിടേക്ക് ഇപ്പോൾ പോയത് നന്നായില്ലല്ലോ, ഇന്റർനെറ്റിൽ ബ്രൗസ് ചെയ്ത് ഞാൻ എത്തിയത് എത്താൻ പാടില്ലാത്തിടത്താണല്ലോ, ഞാൻ ചാറ്റ് ചെയ്തപ്പോ ഉപയോഗിച്ച പദങ്ങൾ അത് വേണ്ടത്ര ശരിയായില്ലല്ലോ. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്റെ മുകളിലുണ്ടല്ലോ, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്റെ മുകളിലുണ്ടല്ലോ. എന്റെ ഇരുഭാഗത്തുമുള്ള മലക്കുകൾ ഇതൊക്കെയും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. മരണമെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെ ഞാൻ അഭിമുഖീകരിക്കേണ്ടതുണ്ടല്ലോ. അതെപ്പോഴും എന്റെ അടുത്തേക്ക് കടന്നു വരാമല്ലോ. എനിക്ക് ആരോഗ്യമുണ്ടോ, ഞാൻ രോഗിയാണോ എന്നതൊന്നും മരണത്തിന് പ്രശ്നമല്ലല്ലോ.
വൃദ്ധനാണെന്നോ വിദ്യാർത്ഥിയാണെന്നോ എന്ന പരിഗണനയൊന്നും മരണത്തിനില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ. ഉറക്കം അല്പം കുറഞ്ഞാലും സുബഹിക്ക് എഴുന്നേറ്റ് നമസ്കരിക്കേണ്ടതുണ്ടല്ലോ. മരണശേഷം പിന്നെ എനിക്ക് ദീർഘമായ ഒരു ഉറക്കം ബാക്കിയാണല്ലോ. വെറുതെ കളയാൻ എനിക്ക് സമയമില്ലല്ലോ. വെറുതെ ഇരിക്കുന്നതിനേക്കാൾ എത്രയോ ഗുണം, എനിക്ക് പ്രയോജനം പടച്ചവനെ കുറിച്ച് ഓർക്കുന്നതാണല്ലോ. രാവിലെ തന്നെ മൊബൈലിൽ ചാറ്റ് ചെയ്യുന്നതിനേക്കാളൊക്കെ എത്രയോ ഉത്തമം വിശുദ്ധ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുന്നതാണല്ലോ. ഇങ്ങനെ പ്രിയമുള്ളവരെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ സംഗതികളെയും വിലയിരുത്തിക്കൊണ്ടും വിമർശിച്ചുകൊണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടും തിരുത്തിക്കൊണ്ടും നമ്മിൽ സ്വയം ഇടപെടുന്ന നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു മനസ്സുണ്ടല്ലോ. ആ മനസ്സാണ് നഫ്സുൽ ലവ്വാമ, ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ്, നമ്മെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മനസ്സ്, ചെയ്ത തെറ്റിന്റെ പേരിൽ നമ്മെ നിരൂപണം ചെയ്തുകൊണ്ടിരിക്കുന്ന മനസ്സ്. ആ മനസ്സിനെ നമ്മൾ വളർത്തണം, ആ മനസ്സിനെ നമ്മൾ വികസിപ്പിക്കണം. ആ മനസ്സിനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മറ്റൊരു മനസ്സിലേക്ക് നമ്മൾ വളരണം. അത് ശാന്തതയുടെ മനസ്സാണ്, അത് സമാധാനത്തിന്റെ മനസ്സാണ്. അഥവാ ആ മനസ്സ് എന്ന് പറയുന്നത് നഫ്സുൽ മുത്മഇന്നയാണ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന അവസ്ഥ പ്രാപിക്കുന്ന മനസ്സാണ്. നന്മയുടെ മലായികത്തുകൾ ഈ സൽമനസ്സിന്റെ, ശാന്തിയടഞ്ഞ മനസ്സിന്റെ ആത്മാവുകളെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ആ മലക്കുകൾ, മരണത്തിന്റെ മലക്കുകൾ, ആത്മാവിനെ കൊണ്ടുപോകുന്ന മലക്കുകൾ ആശംസിക്കുന്ന ഒരു പ്രയോഗമാണ് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനം പ്രാപിച്ച ആത്മാവേ, പടച്ചവൻ തൃപ്തിപ്പെട്ട അവസ്ഥയിൽ സ്വയം അള്ളാഹുവിനെ കുറിച്ച് തൃപ്തിപ്പെട്ട രീതിയിൽ നാദരിലേക്ക്, താങ്കളുടെ റബ്ബിലേക്ക് മടങ്ങിക്കൊള്ളുക. അള്ളാഹുവിന്റെ പ്രിയങ്കരായ എട്ടദാസന്മാരിൽ ഉൾപ്പെട്ടുകൊള്ളുക. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് മലക്കുകൾ ആശംസിച്ചുകൊണ്ട്, ആശീർവദിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ടല്ലോ. പ്രിയമുള്ളവരെ, അത് സ്വർഗ സൗഭാഗ്യത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന മനസ്സാണ്. യാതൊരു അസ്വസ്ഥതകളുമില്ലാത്ത, ഒരല്ലലും അലട്ടലുമില്ലാത്ത, വളരെ സമാധാനമുള്ളൊരു മനസ്സാണത്. അത് പാതിരാവിലെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതിന് പകരം പാതിരാത്രിക്ക് ശേഷം എഴുന്നേറ്റ് നമസ്കരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന മനസ്സാണ്. പാതിരാത്രി വരെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് പാതിരാത്രിക്ക് ശേഷം എഴുന്നേറ്റ് നമസ്കരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന മനസ്സാണ്. മൊബൈലിലും ഐപാഡിലും കമ്പ്യൂട്ടറിലും ഒക്കെ അനാവശ്യമായി സമയം കളയുന്നതിനേക്കാൾ ദിക്റിലും ദുആയിലും നമ്മെ നിരതമാക്കുന്ന ഒരു മനസ്സാണ്. നോവലുകളും മാസികളും പൈങ്കിളി കഥകളുമായി കഴിഞ്ഞുകൂടുന്നതിനേക്കാൾ വിശുദ്ധ ഖുർആനുമായി നമ്മെ കൂടുതൽ അടുപ്പിക്കുന്ന മനസ്സാണ്. ആ മനസ്സ് നമ്മെ ഉണർത്തുന്നത് ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ് എന്നാണ്. നിങ്ങളുടെ പണമുണ്ടല്ലോ, നിങ്ങളുടെ മക്കളുണ്ടല്ലോ, നിങ്ങളുടെ വസ്തുവകകളും സ്ഥാവര ജംഗമ സ്വത്തുക്കളും ഒക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ കളി വിനോദങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുപാട് ഉപകരണങ്ങളും ഉണ്ടല്ലോ, ലാ തുൽഹിക്കും, അതൊന്നും തന്നെ പടച്ച റബ്ബിനോടുള്ള ബാധ്യതകളിൽ നിന്ന്, അള്ളാഹുവിലേക്കുള്ള പ്രയാണത്തിൽ നിന്ന്, പടച്ചവരുമായുള്ള ആത്മഭാഷണങ്ങളിൽ നിന്ന്, റബ്ബുമായി ഒറ്റയ്ക്കിരിക്കുന്ന ആത്മീയ ധന്യമായ നിമിഷങ്ങളിൽ നിന്ന് നമ്മെ തെറ്റിക്കാൻ പാടില്ല എന്നാണ്. ആരെങ്കിലും അങ്ങനെ തെറ്റിക്കളഞ്ഞാൽ, ആരെങ്കിലും നേരത്തെ പറഞ്ഞതിന്റെ പുറകെ ഓടിപ്പോയി പടച്ചവനോടുള്ള ബാധ്യതാ നിർവഹണത്തിൽ നിന്നും അവനെ തെറ്റിച്ചു കളഞ്ഞാൽ, ആരെങ്കിലും ആ അബദ്ധത്തിൽ പെട്ടുപോയാൽ അവർ തന്നെയാണ് മഹാനഷ്ടം ഭവിച്ചവർ, അവർ തന്നെയാണ് തീരാ നഷ്ടം സംഭവിച്ചവർ. നേരത്തെ വിജയത്തെ കുറിച്ചാണല്ലോ പടച്ചവൻ പറഞ്ഞത്. ഇവിടെ പറയുന്നത് യഥാർത്ഥത്തിലുള്ള നഷ്ടം എന്താണ് എന്നതിനെ പറ്റിയാണ്. യഥാർത്ഥ നഷ്ടം എന്നാൽ പടച്ചവനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതിൽ വീഴ്ച സംഭവിക്കുമ്പോൾ അതുമൂലമുണ്ടാകുന്ന നഷ്ടമാണ്. ഇവിടെ നഷ്ടവും ലാഭവും ഒക്കെ കണക്ക് കൂട്ടാൻ നമ്മൾ ഏർപ്പെടുത്തിയ മാനദണ്ഡങ്ങളല്ല പ്രിയമുള്ളവരെ പടച്ചവന്റെ മാനദണ്ഡങ്ങൾ. യഥാർത്ഥത്തിലുള്ള നഷ്ടം എന്ന് പറഞ്ഞാൽ
നമ്മുടെ കച്ചവടത്തിൽ ഉണ്ടാകുന്ന നഷ്ടമല്ല. യഥാർത്ഥത്തിലുള്ള നഷ്ടം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടിന്റെ വലുപ്പക്കുറവല്ല. ഒരു മനുഷ്യന്റെ നഷ്ടം എന്ന് പറഞ്ഞാൽ മൊബൈൽ സ്ക്രീനിന്റെ തെളിച്ചക്കുറവുമല്ല. ഒരാളുടെ നഷ്ടം എന്ന് പറഞ്ഞാൽ, നഷ്ടങ്ങളുടെ നഷ്ടം എന്ന് പറഞ്ഞാൽ, പരാജയങ്ങളുടെ പരാജയം എന്ന് പറയുന്നത് അള്ളാഹുമായി നിങ്ങൾക്കുണ്ടാക്കുന്ന അകൽച്ചയാണ്, റബ്ബുമായി നമുക്കുണ്ടാകുന്ന അകൽച്ചയാണ്. മക്കളും സമ്പത്തും സ്ഥാവര ജംഗമ സ്വത്തുക്കളും ഏതളവിൽ പഠിച്ചവരിൽ നിന്ന് നമ്മെ അകറ്റുന്നുവോ അതാണ് പ്രിയപ്പെട്ടവരെ നഷ്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടണോ? എനിക്കും നിങ്ങൾക്കും നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടണമോ? പടച്ചവനുമായിട്ട് നമ്മുടെ കണക്ഷൻ കരുത്തുറ്റതാക്കുകയേ അതിന് വഴിയുള്ളൂ എന്ന് നമ്മൾ അറിയണം. മറ്റെല്ലാറ്റിനേക്കാളും പ്രാധാന്യം അള്ളാഹുവിനോടുള്ള ബാധ്യതകളുടെ നിർവഹണത്തിനും നൽകുകയേ മാർഗമുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. പടച്ചവനെ കുറിച്ചുള്ള ചിന്തയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയേ അതിന് മാർഗമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അസ്വസ്ഥനാണ് മനുഷ്യൻ, ബേജാറ് തീരുന്നില്ല മനുഷ്യന്, ടെൻഷൻ ഒഴിഞ്ഞ നേരമില്ല, സദാ അശാന്തമായ മനസ്സോടുകൂടിയാണ് നടക്കുന്നത്. മുഖത്ത് ചിരിയുണ്ടാകും, നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നുണ്ടാകും, പക്ഷെ അകം അസ്വസ്ഥമാണ്, സ്വസ്ഥതയില്ല, സമാധാനമില്ല, ശാന്തിയില്ല, കിടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല, ആദിയാണ്, സദാസമയവും ടെൻഷനാണ്. പ്രതീക്ഷയായിരുന്ന മക്കൾ പോലും ശല്യമാവുകയാണ്. സമ്പാദിച്ചു കൂട്ടിയ സ്വത്ത് തന്നെ മനുഷ്യന്റെ ഉറക്കം കെടുത്തുകയാണ്. നാട്ടുകാരെ കൊണ്ടുപോകാൻ ശല്യമാണ്. ഒന്നിനും ഒരു സുഖം കിട്ടുന്നില്ലല്ലോ, എവിടെയും ഒരു സ്വസ്ഥത ലഭിക്കുന്നില്ലല്ലോ. ഇത്തരത്തിലുള്ള പരാതികൾക്ക് പരിഹാരമുണ്ടാകാൻ, ഇത്തരത്തിലുള്ള വേവലാതികൾക്ക് അറുതി വരുത്താൻ റബ്ബ് സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചു തരുന്ന ഒറ്റമൂലിയാണ് പ്രിയമുള്ളവരെ ദിക്റുല്ലാഹ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദിക്ർ കൊണ്ട്, അല്ലാഹുവിനെ കുറിച്ചുള്ള വിചാരം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ കഴിയുമെന്ന് ഖുർആൻ അടിവരയിടുകയാണ്. ദിക്ർ എന്ന് പറയുന്നത് കേവലം തസ്ബീഹ് മാലയിൽ എണ്ണം പിടിച്ച് ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമല്ല. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം മുഴുവൻ ഈ ദിക്റിനാൽ സമ്പന്നമാക്കാൻ കഴിയും, ബോധപൂർവം നമ്മൾ വേണമെന്ന് വെച്ചാൽ. ഒരു മുസ്ലിമിന്റെ ജീവിതം മുഴുവനും ദിക്ർ കൊണ്ട് സമ്പന്നമാക്കാൻ കഴിയും. അങ്ങനെ ശാന്തിയടഞ്ഞ മനസ്സോടുകൂടി, സമാധാനമുള്ള മനസ്സോടുകൂടി, വിത്തൗട്ട് ടെൻഷൻ, വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ കഴിയും. അല്ലെ? ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും ഈ ദിക്ർ കൊണ്ട് സമ്പന്നമായ ജീവിതം. ഒരു മുഅ്മിൻ വാഹനത്തിൽ കയറി അതിന്റെ ഹാൻഡിൽ, ടൂ വീലർ ആണെങ്കിൽ അതിന്റെ ഹാൻഡിൽ, ഫോർ വീലർ ആണെങ്കിൽ അതിന്റെ സ്റ്റിയറിംഗ് പിടിക്കുമ്പോ അവന്റെ നാവിൽ നിന്നും പ്രാർത്ഥനയായി ഉയരുന്ന ദിക്റുണ്ടല്ലോ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. പടച്ചവനെ, ഇതെവിടെ പോയി തട്ടുമെന്ന് എനിക്കറിയില്ല, റോഡിലെ തിരക്കിൽ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല, ഈ വാഹനത്തിന് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടോ എന്നും എനിക്ക് സൂക്ഷ്മമായി അറിയാനുള്ള അവസരമില്ല. സുബ്ഹാനല്ലദീ, പടച്ചവനെ, നിന്റെ പരിശുദ്ധിയെ മുൻനിർത്തിയാണ് ഞാനിത് കയ്യിലെടുത്തിരിക്കുന്നത്, ഞാനിത് ഓടിക്കുന്നത്. ഞാനെല്ലാം തികഞ്ഞവനല്ല, എനിക്ക് ഒരുപാട് പരിമിതിയുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പരിമിതികളുണ്ട്. പടച്ച റബ്ബാണ് പരിമിതികളില്ലാത്ത അസ്തിത്വം എന്ന് പറയുന്നത്. പരിമിതികളില്ലാത്ത അസ്തിത്വത്തിലാണ് ഞാൻ പ്രതീക്ഷയർപ്പിക്കുന്നത്. രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു, എത്തിപ്പെട്ടാൽ എത്തിപ്പെട്ടു. വഴിയിൽ വീണ് മരിക്കാനാണ് എന്റെ വിധിയെങ്കിൽ, അതല്ലെങ്കിൽ വല്ല അപകടവും സംഭവിക്കാനാണ് പടച്ചവന്റെ വിധിയെങ്കിൽ, ഒരു പക്ഷേ ഈ യാത്ര എന്റെ അന്ത്യയാത്രയാകാനാണ് അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ പടച്ചവനെ അതും സംഭവിച്ചു കൊള്ളട്ടെ. കാരണം എപ്പോഴായാലും ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, നിന്നിലേക്ക് മടങ്ങേണ്ടവനാണല്ലോ ഞാൻ. ദുനിയാവ് ആർക്കും ഒരിക്കലും ശാശ്വതമല്ലല്ലോ, ദുനിയാവ് എനിക്ക് ശാശ്വതമായി ജീവിക്കാനുള്ള ഇടമല്ലല്ലോ. എന്തൊരു ശാന്തമായ മനസ്സാന്നിധ്യമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത് അർത്ഥം അറിഞ്ഞുകൊണ്ട്, ആശയം മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രാർത്ഥനയോടുകൂടി ആ വാഹനത്തിൽ കയറുന്ന മനുഷ്യന്റെ മനസ്സ് എത്ര ശാന്തമാണ്. വീട്ടിൽ നിന്നും വിശ്വാസി പുറത്തിറങ്ങുമ്പോ മറ്റൊരു ദിക്റോട് കൂടിയാണ്, അല്ലെ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പടച്ചവനെ, നിന്നെ മുൻനിർത്തി ഞാൻ ഇറങ്ങുകയാണ്, നിന്നിൽ ബലമേൽപ്പിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണ്. വീട്ടിന്റെ മുന്നിൽ തന്നെയുള്ള കല്ലിൽ തട്ടി വീണ് തല കല്ലിലിടിച്ച് രക്തം വാർന്ന് മരിച്ചു പോകുമോ എന്ന് എനിക്കറിയില്ല. ഒരൊറ്റ വീഴ്ചയിൽ തന്നെ ഹൃദയം സ്തംഭിച്ചു പോകുമോ എനിക്കറിയില്ല. ചീറിപ്പാഞ്ഞു വരുന്ന ഏതെങ്കിലും വാഹനം തന്നെ തട്ടിത്തെറിപ്പിച്ച് തന്റെ അവയവങ്ങളൊക്കെ ചിന്നിച്ചിതറുമോ? ഒന്നും എന്റെ നിയന്ത്രണത്തിലല്ല. അങ്ങനെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും അവസരമില്ലാതെ
ആശുപത്രിയിൽ എത്തിക്കാൻ പോലും അവസരമില്ലാതെ നടുറോഡിൽ കിടന്ന് മരിക്കാനായിരിക്കുമോ എന്റെ വിധി? അങ്ങനെ അവിടെ വീണ് എന്റെ ശരീരം നിശ്ചലമായി പോകുമോ? ഒന്നും എനിക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം അടുത്ത നിമിഷം എന്റെ കയ്യിലല്ല, തൊട്ടടുത്ത സെക്കൻഡുകൾ പോലും എന്റെ നിയന്ത്രണത്തിലല്ല. എപ്പോഴാണ് എന്റെ ആയുഷിന്റെ അജല് അള്ളാഹ് നിശ്ചയിച്ചിരിക്കുന്നത് എനിക്കറിയില്ല. നാളെ ഉറങ്ങി എഴുന്നേൽക്കുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. കരയിലോ കാട്ടിലോ കടലിലോ ഒന്നും എനിക്ക് ഒരറിവും എനിക്ക് കിട്ടിയിട്ടില്ല. വീട്ടിലാകുമോ റോട്ടിലാകുമോ ഞാൻ അവസാന ശ്വാസം വലിക്കുന്നത് എന്ന് എനിക്ക് തീരുമാനിക്കാനാകില്ല. അത്രമാത്രം ദുർബലനല്ലേ, അത്രമാത്രം നിസ്സഹായരല്ലേ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ഒക്കെ. ലഭിക്കും. കൈക്കൂലി കൊടുത്ത് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ, ഒരു സ്വാധീനവും നമ്മെ സഹായിക്കില്ലല്ലോ. ഓർഗനൈസേഷൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ ആ കൃത്യസമയമെത്തിയാൽ, നിങ്ങൾക്ക് നിശ്ചയിച്ച അജല് ആസന്നമായാൽ ഒരു നിമിഷം പോലും ഒന്നിക്കുകയോ പിന്തിക്കുകയോ ചെയ്യാതെ നിങ്ങളെ അവർ മരിപ്പിച്ചിരിക്കുക തന്നെ ചെയ്യും. ഓർഗനൈസേഷൻ അല്ലാഹു മലക്കൾ കൊടുത്തു കഴിഞ്ഞു, മുക്കി ലഭിക്കുന്നതാണ്. വക്കാലത്ത് കൊടുത്തിട്ടുണ്ടല്ല. ഒരു വീഴ്ചയും കർത്തവ്യ നിർവഹണത്തിൽ വരുത്താത്തവരെയാണ് പടച്ചറബ് ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ എവിടെയാണ് എന്നത് അവർക്ക് പ്രശ്നമല്ല. നമ്മൾ കരയിലോ കടലിലോ ആകാശത്തോ വളരെ ഭദ്രമായ, ഒരീച്ച പോലും കടക്കാത്ത വളരെ ഭദ്രമായ കോട്ടകൾക്കുള്ളിലോ എന്നത് അവർക്ക് പ്രശ്നമല്ല. നമ്മൾ എവിടെയായാലും നമുക്ക് അല്ലാഹു നിശ്ചയിച്ച മരണസ്ഥലത്തേക്ക് ആ സമയത്ത് നമ്മൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, ഈ ദൗർബല്യം നമ്മൾ അംഗീകരിക്കണം. നമ്മുടെ ഈ നിസ്സാരത നമ്മൾ മനസ്സിലാക്കണം. ഞാൻ എത്ര കോടികളുടെ ഉടമയാണെങ്കിലും ഈ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാതിരിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഏത് സാഹചര്യത്തിൽ എവിടെ വെച്ച് മലക്കുൽ മൗത്ത് നമ്മെ സമീപിക്കുകയാണെങ്കിലും യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനം പ്രാപിച്ച ആത്മാവേ എന്ന് മലക്കുകളുടെ അഭിവാദ്യത്തോടു കൂടിയായിരിക്കണം പ്രിയമുള്ളവരെ ഇവിടെ നിന്ന് നമ്മൾ മടങ്ങേണ്ടത്. അതിന് ദിക്ർ കൊണ്ട് ജീവിതത്തെ പടച്ചവരുമായി കണക്ട് ചെയ്യണം. എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, ഏത് സാഹചര്യത്തിലും അവനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്നും അകന്നു പോകാത്ത മനസ്സിന്റെ ഉടമയായി തീരാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അതിനൊക്കെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാനുള്ള, നമ്മുടെ മനസ്സിനെ അത്തരത്തിൽ സംസ്കരിച്ച് ശുദ്ധീകരിച്ച് വിപുലീകരിച്ച് സ്ഫുടഭാഗം ചെയ്തെടുക്കുവാനുള്ള അസുലഭ സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ മലിനമുക്തമായ മനസ്സുമായി വഹിത മാസത്തിലേക്ക് പ്രവേശിക്കാൻ, അള്ളാഹുവിന്റെ മാസത്തെ അനുഗ്രഹീത റമദാനിനെ സമീപിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും.